നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് പൂനെയിൽ നടക്കുകയാണ്. മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. സീരീസ് ഇപ്പോൾ 2-1 എന്ന രൂപത്തിലാണ്. ഇന്ത്യക്ക് ഇന്ന് വിജയിച്ചാൽ സീരീസ് ഉറപ്പിക്കാൻ പറ്റും. ഇംഗ്ലണ്ട് ആവട്ടെ സീരീസ് സമനിലയിലേക്ക് കൊണ്ടുപോയി ഫൈനൽ മത്സരം, അവസാന മത്സരം സീരീസ് ഡിസൈഡറാക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കും. അപ്പോൾ ഇന്ന് കളിക്ക് മുമ്പ് എന്താണ് അവിടുത്തെ വെതർ, അതുപോലെ പിച്ച് റിപ്പോർട്ട് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പം പൂനെയിലെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ബ്ലാക്ക് സോയിൽ പിച്ചാണുള്ളത്. സ്പിന്നേഴ്സിന് കൂടുതൽ ആനുകൂല്യം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ ആ സ്റ്റേഡിയത്തിൽ കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള ടീമാണ്. അപ്പോൾ മെൻസ് T20 മത്സരങ്ങൾ അവിടെ 64 മത്സരങ്ങൾ നടന്നു. അതിൽ 35 എണ്ണത്തിലും വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ്. ഇനി നോക്കുക, സ്പിന്നേഴ്സിനെ കൂടുതൽ സ്വാധീനിക്കുന്നൊരു പിച്ചാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മുൻകാല അനുഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഒക്ടോബറിൽ ടെസ്റ്റ് മത്സരം നടന്നപ്പോൾ മിച്ചൽ സാന്റ്നർ ഈ പിച്ചിൽ 13 വിക്കറ്റ് എടുക്കുകയുണ്ടായി 2 ഇന്നിങ്സുകളിലായിട്ട്. അതിനുശേഷം അവിടെ ഒരു രഞ്ജി ട്രോഫി മത്സരമാണ് ഈ സീസണിൽ നടന്നത്. അതിൽ 39 വിക്കറ്റുകൾ വീണതിൽ 34 വിക്കറ്റും എടുത്തിട്ടുള്ളത് സ്പിന്നേഴ്സാണ്. അപ്പം സ്പിന്നേഴ്സിന് നല്ല പ്രാധാന്യം ലഭിക്കും ഈ മത്സരത്തിൽ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം പൂനെയിലെ വെതർ നോക്കുകയാണെങ്കിൽ കളിയുടെ സമയത്ത് കൂടുതൽ തണുത്തൊരു അന്തരീക്ഷമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 20, 19, 18 ആ ഒരു രൂപത്തിലേക്ക് താപനില താഴാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത്. കൃത്യമായൊരു ഫോർകാസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കളി നടക്കുന്ന ഒരു 7 മണിയുടെ സമയത്തൊക്കെ ഇപ്പോൾ അക്യുവെതറൊക്കെ പറയുന്നത് ഒരു 22, 23 രൂപത്തിലായിരിക്കും. പിന്നെ കളി പുരോഗമിക്കുന്നതോറും 21, 19, 18, 17 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ സംഗതി താപനില താഴാൻ സാധ്യതയുണ്ട്. ഹ്യൂമിഡിറ്റി കണക്കാക്കുന്ന ഒരു 48%. അതേസമയം മഴയ്ക്ക് തീരെ സാധ്യത കാണുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു അന്തരീക്ഷത്തിൽ മികച്ച ഒരു ക്രിക്കറ്റ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവെത്താം.